വെൽക്കം ബാക്ക് ടു പിച്ച് ഐ ക്യൂ. പിച്ച് ഐ ക്യൂവിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മുടെ കൂടെ വിഷ്ണു ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവ ബഹുലമായ വീക്കെൻഡ് ആയിരുന്നു അല്ലേ പ്രീമിയർ ലീഗ്, വിഷ്ണു? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരുപാട് ബിഗ് ടീംസ് അല്ലെ സ്ട്രഗിൾ ചെയ്തൊരു വീക്കെൻഡ് ആയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആർസണൽ, ചെൽസി, ഈവൻ ടോട്ടനം ടു ആൻ എക്സ്റ്റെന്റ്. ബിഗ് ടീമായിട്ട് ഇപ്പം കൗണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരെല്ലാരും സ്ട്രഗിൾ ചെയ്തൊരു അവര് വീക്കെൻഡ് ആയിരുന്നു. റെലഗേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവരെ ഒരു ബിഗ് ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കഴിഞ്ഞ 2 സീസണിൽ, ഈ സീസൺ കഴിഞ്ഞ സീസണും അവര് സ്ട്രഗിളിംഗ് ആണ് ടോട്ടനം. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ തോമസുമായിട്ട് ചെറിയ വീഡിയോ ചെയ്തിരുന്നു. അർസനലിന്റെയും സ്പേഴ്സിന്റെയും സിറ്റിയുടെയും ഒക്കെ ആ ഒരു റിസൾട്ട് ഞങ്ങളൊന്ന് കവർ ചെയ്തിരുന്നു. നമുക്ക് അതിലോട്ട് വരാം വേണമെങ്കിൽ. നമുക്കത് മെയിനായിട്ട് സംസാരിക്കേണ്ട ഇന്നലത്തെ അതൊരു ഷോക്ക് റിസൾട്ട് ആണോ അറിയില്ല. ഞാൻ കളി തുടങ്ങിയപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു യുണൈറ്റഡ് ഇത് ഒരു സിമ്പിൾ വിജയമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻഡഡ് അപ്പ് ലൂസിങ് വെരി ബാഡ്ലി. ഫസ്റ്റ് ഹാഫ് എസ്പെഷ്യലി നിലം തൊട്ടിട്ടില്ല യുണൈറ്റഡ്. ലീഡ്സ് യുണൈറ്റഡ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു, ഭയങ്കര ക്വിക്ക് ബിൽഡപ്പ്, ആൻഡ് ദേ വാണ്ടഡ് ടു വിൻ. ദേ കെയിം ടു ഓൾഡ് ട്രാഫോർഡ് ടു വിൻ. അതായിരുന്നു അവരുടെ കളിയിൽ നിന്ന് മനസ്സിലായത്. യുണൈറ്റഡ് വർ നോട്ട് അറ്റ് ഓൾ പ്രിപ്പയർഡ്. ദേ വർ ടു പാസീവ്, ടു സ്ലോ. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് എ വേഴ്സ് പെർഫോമൻസ് അണ്ടർ കാരിക്. വിഷ്ണു കളി കണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും വിഷ്ണുവിന്റെ ഒരുമാതിരി റിപ്പോർട്ട്സും ഹൈലൈറ്റ്സും ഒക്കെ കണ്ടു കാണും. എന്താണ് വിഷ്ണുവിന് അതെ. തോന്നിയത്? എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെ ഒരു പെർഫോമൻസ്? കാരണം നമുക്കറിയാം ഇത്രയും നാളും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു 3 ആഴ്ചത്തെ ഗ്യാപ്പ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കുള്ളത്. എനിക്ക് തോന്നുന്നു 3 ആഴ്ചത്തെ ഗ്യാപ്പ് ആക്ച്വലി നമ്മളത് ആദ്യം ഫിക്സ് ചെയ്ത് കണ്ടപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഇതായിട്ടാണ് തോന്നിയത്. കാരണം ഒരുപാട് ഗെയിംസ് കളിക്കുന്നു, നല്ലൊരു ഗ്യാപ്പ് കിട്ടുന്നു. അപ്പം കാരിക്കിന്റെ കീഴിൽ അവർക്ക് അധികം പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതെ, നേരത്തെ. അതെ. അപ്പൊ കുറച്ചുകൂടെ ഒരു ചെറിയൊരു മിനി പ്രീ സീസൺ സെറ്റ് ചെയ്യാനുള്ള യെസ്, ഒരു യെസ്. സമയം, പ്ലേയേഴ്സിനെ കുറച്ചുകൂടെ പ്രാക്ടീസ് ട്രെയിനിങ് സെഷൻസ് കുറച്ചുകൂടെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നമ്മൾ കരുതി കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടായിരിക്കും. കാരണം യുണൈറ്റഡ് ഹെഡിങ് ഇൻ ടു ദിസ് ഗെയിം അതിന് മുമ്പത്തെ 3 കളിയിൽ നിന്ന് ഒരു വിജയം എന്തോ ഉള്ളായിരുന്നു. ആഫ്റ്റർ ദിസ് ഗെയിം നൗ ഓൺലി 1 വിൻ ഇൻ ദ ലാസ്റ്റ് 4 അല്ലേ. അപ്പൊ ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്ത് തുടങ്ങിയിരുന്നു. എന്നാൽ അത് ഒന്ന് മാറാനുള്ള ഒരു സമയം, ട്രെയിനിങ്ങിൽ കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്, അങ്ങനെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ എനിക്ക് And I തോന്നുന്നു think they കാരിക്കിൻ went to Ireland. They had a trip to Ireland for a team bonding session and all. എനിക്ക് തോന്നുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതായിട്ട് Yes. ഓർക്കുന്നുണ്ട്. അപ്പം പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു കാരിക്കിന്റെ കീഴിലുള്ള ഏറ്റവും മോശം പെർഫോമൻസ് Yes, yes. ആയിരുന്നു അല്ലേ. എസ്പെഷ്യലി Without a doubt. ഫസ്റ്റ് ഹാഫ് 2-0 ഇറ്റ് ഷുഡ് ഹാവ് ബീൻ, കുഡ് ഹാവ് ബീൻ 3 or 4 3 or nil 4 ഓൾസോ. nil. അത് അങ്ങനെ ഒരു പിന്നെ സ്ട്രേഞ്ച്ലി യുണൈറ്റഡ് ബെറ്റർ ആയിട്ട് കളിച്ചത് ആക്ച്വലി ഒരു പ്ലെയർ പോയി കഴിഞ്ഞിട്ടാണ് അല്ലെ. Yes. ആഫ്റ്റർ ബീങ് ഡൗൺ ടു 10 men ആണ് യുണൈറ്റഡ് കുറച്ചെങ്കിലും ത്രെറ്റനിങ് ആയിട്ട് തോന്നിയത്. അപ്പോ ഇതിപ്പോ നമുക്ക് തോന്നുന്നത്, ഇപ്പോ യൂഷ്വലി നമ്മൾ ചില ഒരു ന്യൂ മാനേജർ ബൗൺസുകൾ നമ്മൾ പല ടീമുകളിൽ കാണാറുണ്ട്. ആദ്യത്തെ ഒരു 3-4 കളി ഭയങ്കര നന്നായിട്ട് കളിച്ചിട്ട് പിന്നെ ആ ടീം ഒരു സ്ട്രഗ്ലിംഗ് ടീം പിന്നെ ആ സ്ട്രഗിളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സ്റ്റേജ്, അതാണോ എന്ന് നമുക്ക് അറിയില്ല. അതിന്റെ ബിഗിനിങ് ആണോ, അതായത് ഒരു ചെറിയൊരു ഒരു ഇപ്പോൾ ഉള്ളൊരു ഫേസ് ആണോ, അത് പിന്നെയും കാരിക്കിനെ വീണ്ടും ടീമിനെ തിരിച്ച് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, അതാണ് നമുക്ക് തോന്നുന്നത്. കളി മുഴുവനായി കണ്ട ആളെന്നുള്ള നിലയിൽ എന്താണ്, ആൻഡ് പ്ലസ് ബീങ് യുണൈറ്റഡ് ഫാൻ, വാട്ട് ഡു യു തിങ്ക്? ആക്ച്വലി ഷോക്ക് ആയിട്ടാണ് ഇന്നലെ തോന്നിയത്. കാരണം ഇന്നലത്തെ ടൈപ്പ് ഒരു പെർഫോമൻസ് എനിക്കറിയാം. ന്യൂകാസിലിനെതിരെയൊക്കെ അത്യാവശ്യം നല്ലോണം ഫൈറ്റ് ചെയ്ത് തന്നെ, രണ്ട് ടീമും ഫൈറ്റ് ചെയ്ത് തന്നെ കളിച്ചായിരുന്നു. വെസ്റ്റ് ഹാമിനെതിരെ ആയിരുന്നു ഇതിനു മുമ്പുള്ള എന്നെ സംബന്ധിച്ച് കുറച്ച് ഒരു മോശമായ പെർഫോമൻസ്. അതും എങ്ങനെയൊക്കെ ഡ്രോ ആക്കി. സോ വി ആർ ട്രൈങ്, വി ആർ ഗെറ്റിംഗ് പോയിന്റ്സ്. എങ്ങനെയൊക്കെ ആയിരുന്നാലും ഒരു ഡ്രോയോ അങ്ങനെ. ന്യൂകാസിനെതിരെ ഒരു വണ്ടർ ഗോളിലാണ് തോറ്റത്. ലാസ്റ്റ് മിനിറ്റ് ഒസൂലെ ഒരു ഇൻസൈഡ് കട്ട് ചെയ്ത് പ്രീമിയർ ലീഗ് ഗോൾ ഓഫ് ദി മന്ത് ഒക്കെ ആയിരുന്നത്. ആ ഒരു ഗോളിലാണ് തോറ്റത് ലാസ്റ്റ് മിനിറ്റ്. ബാക്കി കളികളെല്ലാം ജയിക്കുകയും അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നമുക്കറിയാം. സിറ്റി അർസനലിലേക്ക് ക്യാരിക്ക് വന്ന സമയത്ത് നല്ല രീതിയിൽ തോപ്പിച്ചൊക്കെ വന്നതാണ്. അത് കുറച്ച് ഡൗൺ ആയി, ദാറ്റ് എക്സ്പെക്ടഡ്. പക്ഷേ ഇന്നലത്തെ കളി ഞാൻ ഒട്ടും ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. കാരണം ഞാൻ ആ കളി മുഴുവൻ കണ്ടതാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് പ്ലേയേഴ്സ് were not even attempting to you know pass the ball or something, and I think they were not at all in the game, and Carrick was not changing anything. അതാണ് എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് ഇന്നലെ തോന്നിയത്. ഈവൻ ദോ വി വെന്റ് ഡൗൺ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് മാറ്റിയില്ല. മേ ബി കണ്ടിന്യൂയിങ് വിത്ത് ദ സെയിം ടീം ഫോർ സം മോർ ടൈം. അപ്പോഴാണ് നമുക്കൊരു റെഡ് കാർഡ് കിട്ടിയത് മാർട്ടീനസിന്. ഹാർഷ് ആണെന്നൊക്കെ കാരിക്ക് പറയുന്നു, പക്ഷെ എന്നെ സംബന്ധിച്ച് ഹെയർ പുള്ള് ചെയ്യാൻ പാടില്ല. സോ ഐ വാസ് ഓക്കെ വിത്ത് ദറ്റ് റെഡ് കാർഡ്. എനിക്കത് റെഡ് കാർഡ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഇറ്റ് വാസ് നോട്ട് മലീഷ്യസ് ഓർ സംതിങ്.
ബട്ട് സ്റ്റിൽ ആൻഡ് ഈവൻ കാൽവർട്ട് ലോയിൻ വാസ് ഓൾസോ ട്രൈങ് ടു റിഗിൾ ഫ്രീ. രണ്ടുപേരും ഒരു ഫിസിക്കൽ ഇതിലായിരുന്നു, പക്ഷെ എന്തിനാണ് മുടി കയറി പിടിച്ചതെന്ന് എനിക്കറിയില്ല മാർട്ടിനേസ്. ദാറ്റ് വാസ് എ റെഡ് കാർഡ്. അത് കഴിഞ്ഞ് ഒരു മാറ്റവും നടത്തുന്നില്ല എന്നുള്ളത്. പിന്നെയും കുറെ നേരം ആ സെയിം ആൾക്കാരെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്നു. Bruno was tired literally, and then more spaces began to open up. And then I knew with 10 men it's going to be a struggle against any Premier League side. അത് മാത്രമല്ല റെലഗേഷൻ ഫൈറ്റ് ചെയ്യുന്ന ലീഡ്സ് എസ്പെഷ്യലി 6 പോയിന്റ് ഇപ്പം മുമ്പിലാണ് ടോട്ടനാമിനെക്കാട്ടും. അപ്പം ആ ഒരു ഇതിൽ നിൽക്കുന്ന ടീമിനെ ബുദ്ധിമുട്ടായിരിക്കും അറിയാന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഓൾഡ് ട്രഫോർഡിൽ വെച്ച് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഇസ് ടോട്ടലി അൺആക്സെപ്റ്റബിൾ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് എ ബ്ലിപ്പ്, ഒരു ചെറിയൊരു താഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഓഫ് ദി 3 week ഗ്യാപ്പ് ഐ തിങ്ക് ഇറ്റ് വർക്ക്ഡ് അഗെയിൻസ്റ്റ് യുണൈറ്റഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ഒരു പോസിറ്റീവായിട്ടായിരുന്നു കണ്ടിരുന്നത്. ശരിക്കും അത് ഈ മറ്റു ടീമുകളെല്ലാം ഭയങ്കര ലീഡ്സ് ആണെങ്കിലും FA കപ്പ് ഒക്കെ കളിച്ചിട്ട് വെസ്റ്റാമിനെ തോപ്പിച്ച് 120 മിനിറ്റ്സ് ഒക്കെ കളിച്ച് അവര് ആ ഒരു കളിയുടെ ഒരു ഇതുണ്ട് അവർക്ക്. അത് യുണൈറ്റഡിന് ഒട്ടും ഇല്ലായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് എ റീസൺ. ആൻഡ് നെക്സ്റ്റ് വീക്ക് ഹൗ യുണൈറ്റഡ് play against Chelsea at the bridge is what is going to be important. ആ കളി നമുക്കറിയാം ചെൽസി അത്ര നല്ല ഫോമിലൊന്നും അല്ല. ആ കളി എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റിയാൽ then I think the things will be back on track. Even though തോറ്റെങ്കിലും top 3 looks possible. എനിക്ക് തോന്നുന്നു 2 മാനേജേഴ്സിനും വളരെ നിർണായകമായ ഒരു മാച്ച് ആയിരിക്കും അല്ലെ. ലിയം റോസനീറിനാണെങ്കിലും മൈക്കൽ കാരിക്കിന് അത്രയും നിർണായകമല്ല. പക്ഷെ ലിയം റോസനീറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6 കളിയിൽ 5 തോൽവി അല്ലെ. പോർട്ട് വെയിലിനെതിരെ ഉള്ള ഒരു വിജയം. അതെ, പോർട്ട് വെയിലിനെതിരെ ഒരു ശക്തമായ ഇതിലുള്ള വിജയം. ബാക്കി കളികളിൽ വൻ സ്ട്രഗിളും. അവരുടെ പ്ലേയേഴ്സ് ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കാണും. ചെൽസിയുടെ പ്ലേയേഴ്സ് ഇപ്പൊ സ്പീക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ. എൻസോ ആണെങ്കിലും കുക്കുറയ്യ ആണെങ്കിലും സംസാരിച്ചു. അതിന്റെ കൂടെ തന്നെ ഗർണാച്ചോ, ദാറ്റ് വാസ് ദ സർപ്രൈസിങ് തിങ്. ഗർണാച്ചോ ലാസ്റ്റ് 2 ദിവസം മുമ്പ് വന്നിട്ട് യുണൈറ്റഡിൽ ചെയ്ത കാര്യങ്ങൾ ശരിയായിരുന്നില്ല, ഐ ഡിഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് എന്നൊക്കെ പറഞ്ഞ പുള്ളി ഇപ്പോൾ ഏറ്റു പറയാവുന്ന ഒരു രീതിയിലോട്ടൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഐ തിങ്ക് ഈവൻ പ്ലേയേഴ്സ് ആർ നോട്ട് ഹാപ്പി. അൺഡ്രസ് വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. Yes. And I think it's a good chance for United, and I think United ഒരു വിജയം കൈവരിക്കുകയാണെങ്കിൽ then I think United's season will be again back on track എന്നാണ് എനിക്ക് തോന്നുന്നത്. They are there for the taking എന്നുള്ളൊരു സാധനം അല്ലെ. Yes, and I think Enzo will be back next week, but then still നമുക്കറിയാം അവരൊരു റൊട്ടേഷൻ ടൈപ്പ് ഓഫ് ടീമാണ്. എല്ലാ കളിയിലും ഡിഫറെന്റ് ബാക്ക് ഫോർ ഒക്കെയാണ്. അപ്പം I think it's a match where United should look for a win. The 2 interim managers face off. Yes. ഈസ് റൊസിനീർ an interim manager ആണോ? അല്ല, പെർമനന്റ് അപ്പോയിന്റ്മെന്റ് ആണോ? എന്റെ മനസ്സിൽ ചെൽസി ഫാൻസ് കേൾക്കണ്ട. ചെൽസി ഫാൻസ് വിൽ ബി ഹാപ്പി ലിസണിങ്. I don't think Chelsea fans I don't think at least 75% of the Chelsea fans are convinced that he's the man to take them to next season. Appo they'll be hoping he's the interim manager and they can get some. I think even they consider him as an interim manager. Somewhere you are correct. So അതെ, ടെക്നിക്കലി കറക്റ്റ് അല്ലെങ്കിലും എഫക്റ്റീവ്ലി ചിലപ്പോ ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല റൊസീനിയറിനെ അടുത്ത സീസണിൽ ചെൽസിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെൽസിയുടെ ഒരു നമുക്കറിയാലോ അവരുടെ ഒരു രീതി, പ്ലേയേഴ്സിന്റെ റിയാക്ഷൻസും ഒക്കെ വെച്ചിട്ട് I think they are planning to jump ship if he's there. അപ്പോ yes, and it was an appointment which never made sense. എനിക്കാണെങ്കിലും പല രീതിയിലും ഒരിക്കലും ഒരു വർക്ക് ആവില്ല എന്ന് ഉറപ്പായിരുന്നു അത് നടക്കുമ്പോൾ തന്നെ. അപ്പം എനിക്കറിയില്ല, മേ ബി വിൽ സി. നമുക്ക് എന്നാലും യുണൈറ്റഡിലോട്ട് വരാം. നമുക്കതാണ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റ്. നമ്മള് ഇപ്പോൾ ഇനി സീസൺ തീരാൻ പോവുകയാണ്. ഒരു 5-6 കളികളും കൂടെ ഉള്ളൂ. ആൻഡ് യുണൈറ്റഡ് ലുക്ക് ലൈക്ക് ദേ ആർ ഗോയിങ് ടു ഫിനിഷ് തേർഡ് ഹോപ്പ്ഫുള്ളി. അത്രയ്ക്കും ബോറായിട്ട് കളിച്ച് ഇന്നലത്തെ കൂട്ടൊക്കെ ഇനിയും കളിച്ചാൽ മാത്രമേ വേറൊരു, എന്നാലും ടോപ്പ് 5 ഫിനിഷ് ചെയ്താൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് കിട്ടും. ബട്ട് സ്റ്റിൽ ടോപ്പ് 3 തേർഡ് പൊസിഷൻ വുഡ് ബി ദി ഐഡിയൽ ഫിനിഷിംഗ് പോയിന്റ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ മനസ്സിൽ ഒരു ഈ പറഞ്ഞോട്ട് നമുക്കറിയാം അടുത്ത സീസണിൽ ആരായിരിക്കും മാനേജർ എന്നുള്ള ഒരു വലിയ ചോദ്യം എല്ലാ ഫാൻസിന്റെയും ഫുൾ ഫുട്ബോൾ ലോകത്തിന്റെയും മൈൻഡിലുള്ള ഒരു കാര്യമാണ്. പല പല പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കാരിക്ക് നിൽക്കുമെന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പം വിഷ്ണുവിന് എന്താണ് തോന്നുന്നത്? കാരിക്ക് ആയിരിക്കുമോ അതോ ഒരു പുതിയ മാനേജർ ആയിരിക്കുമോ എന്നല്ല ചോദിക്കുന്നത്, ഏതായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ബിക്കോസ് യു ആർ നോട്ട് എ ഡെസിഷൻ മേക്കർ. ഞാൻ അതുകൊണ്ട് നമ്മൾ ആരും അല്ല ഡെസിഷൻ മേക്കേഴ്സ്. സോ ഏതായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാമല്ലോ. അതെ, തീർച്ചയായിട്ടും. അത് നല്ലൊരു ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇഫ്
ഇഫ് നോട്ട് കാരിക് ഹൂ എൽസ് എന്നുള്ള സാധനം. പക്ഷെ ഞാൻ അതിനു മുമ്പ് ഞാൻ കാരിക്കിനെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കാരിക്കിന്റെ ഒരു മെയിൻ അസൈൻമെന്റ് ബിഫോർ ദിസ് യുണൈറ്റഡ് റോൾ വാസ് മിഡിൽസ് ബ്രോ അല്ലെ, ചാമ്പ്യൻഷിപ്പിൽ മിഡിൽസ് ബ്രോയ്ക്ക് വേണ്ടി 3 സീസൺസ് അദ്ദേഹം മാനേജറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. 3 ഫുൾ സീസൺസ് ഇല്ല. ഫസ്റ്റ് സീസൺ എന്തോ ഒക്ടോബറിൽ ക്രിസ് വൈൽഡറിനെ പുറത്താക്കി കഴിഞ്ഞാണ് അദ്ദേഹം ഒക്ടോബർ 2022 അദ്ദേഹം അവിടെ പോകുന്നത്. ആൻഡ് ഹി ഹാഡ് എ റിയലി ഗുഡ് ഫസ്റ്റ് സീസൺ ദെയർ. ഞാൻ ആ ഒരു പാറ്റേൺ ട്രേസ് ചെയ്യാനാണ് നോക്കുന്നത്. ഹി ഹാഡ് എ ഗുഡ് ഫസ്റ്റ് സീസൺ. ഹി ഫിനിഷ്ഡ് 4th. അൺഫോർച്ചുനേറ്റ്ലി പ്ലേ ഓഫ് സെമി ഫൈനലിൽ തോറ്റു പുറത്തായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് അഗൈൻസ്റ്റ് കോവൻട്രി. പക്ഷെ അന്നേരവും നല്ല പെർഫോമൻസസ് ആയിരുന്നു. അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഡിഡ് റിയലി വെൽ അണ്ടർ ഹിം. ചൂബ അക്ബം നിനക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ആർസണൽ അക്കാഡമി പ്ലെയർ ആണ്. ഹി സ്കോർഡ് അറൌണ്ട് 28 goals in the championship alone that season. പിന്നെ കാമറൂൺ ആർച്ചർ, ആരൻ റാംസെ, ആർസണൽ ലെജൻഡ് ആരൻ റാംസെ അല്ല, വേറൊരു ചെറിയ ആരൻ റാംസെ ഉണ്ട്, ബൺലിയിലൊക്കെ കളിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ. അപ്പം അവരൊക്കെ നല്ല അറ്റാക്കിംഗ് പ്ലേയേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു സീസൺ ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി പ്രോമിസിംഗ് സ്റ്റാർട്ട്. സെക്കൻഡ് സീസണിൽ ആക്ച്വലി ബൊറോ കുറച്ച് സ്ട്രെങ്തൻ ചെയ്തു. നമ്മുടെ വില്ല സൂപ്പർ സ്റ്റാർ മോർഗൻ റോജേഴ്സിനെയൊക്കെ ബൊറോ ആ സമയത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് 2003 സീസണിൽ. പിന്നെ ലാറ്റെ ലാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം MLS കളിക്കുന്ന ഒരു പ്ലെയർ ഒക്കെ ഉണ്ട്. അപ്പം അവരെല്ലാം വന്നു. സോ ദേ വർ എക്സ്പെക്ടഡ് ടു ബിൽഡ് ഓൺ ദാറ്റ് 4th place ഫിനിഷ്. പക്ഷെ അവര് ആ സീസണിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് 8th ആണ് ഫിനിഷ് ചെയ്തത്. ദേ ഡിഡ്ന്റ് ഹാവ് എ ചാൻസ് ടു പ്ലേ ഇൻ ദ പ്ലേ ഓഫ്സ്. തേർഡ് സീസണിൽ സംഭവിച്ചൊരു ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മിഡിൽസ്ബ്രോയുടെ ഫസ്റ്റ് ടീം കോച്ചായിട്ടുള്ള ആരൻ ഡാങ്സ് ഹി ജോയിൻഡ് കമ്പനി അറ്റ് ബയൺ. ഇത് 2024 ആൻഡ് ഫസ്റ്റ് ടീം കോച്ചാണ്. അപ്പം കാരിക്കിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പം ഹി വാസ് എ വെരി ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ. അപ്പം എന്നിട്ട് പുള്ളി അദ്ദേഹം പോയപ്പോഴത്തേക്കും കാരിക്കിന്റെ ബ്രദർ ഗ്രേം കാരിക്കിനെ വെച്ചിട്ടാണ് ആ റോള് ഫസ്റ്റ് ടീം കോച്ചായിട്ട് പിന്നെ റീപ്ലേസ് ചെയ്തത്. പക്ഷെ ദാറ്റ് സീസൺ ദേ കൈൻഡ് ഓഫ് സ്ട്രഗിൾ. ഈവൻ ദർ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് സ്ട്രഗിൾ ആൻഡ് ദേ ഇവൻച്വലി ഫിനിഷ്ഡ് ഐ തിങ്ക് 10th ആണെന്നാണ് എന്റെ ഓർമ്മ. എനിവേ അഗെയിൻ ഔട്ട് ഓഫ് ദി പ്ലേ ഓഫ്സ്, മിഡ് ടേബിൾ ഫിനിഷ് ആയിരുന്നു 10th. യെസ്. അപ്പം അതോടുകൂടിയാണ് ആ സീസണിന്റെ അവസാനമാണ് കാരിക്ക് മിഡിൽസ് ബ്രോയുമായി പിരിയുന്നത്. ആൻഡ് ദെൻ യുണൈറ്റഡ് ഇവൻച്വലി കെയിം കോളിംഗ് ഫോർ ഹിം ദിസ് സീസൺ. അപ്പോൾ നീ പറഞ്ഞ നേരത്തെ അനലൈസ് ചെയ്തൊരു ഒരു ആസ്പെക്ടിന്റെ മനസ്സിൽ ക്ലിക്കായി. കാരണം നീ പറഞ്ഞു ഗെയിമിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് റിയാക്ഷൻസ് ഇൻ ഗെയിം മാനേജ്മെന്റ് മോശമായിരുന്നു. ഈ കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ലേറ്റ് ആയിരുന്നു. ഹി വാസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. ഈവൻ മിഡിൽസ് ബ്രോ ഫാൻസ് പറഞ്ഞൊരു സംഭവം, 3ാമത്തെ സീസണിൽ അദ്ദേഹം പോയി കഴിഞ്ഞ് പറഞ്ഞത് ഏകദേശം ഇതേ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. വളരെ ലേറ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസും ഗെയിമിനനുസരിച്ച് റിയാക്ട് ചെയ്യാത്തതും ഇൻ ഗെയിം മാനേജ്മെന്റിലെ പ്രശ്നങ്ങളും. tedious ഫുട്ബോൾ, ആ ഫുട്ബോൾ സ്റ്റാർട്ടിങ് ടു ഗെറ്റ് troubling after a point. പിന്നെ പ്രസ് കോൺഫറൻസിൽ it looked like he was kind of closing off, he was not properly answering, then players started leaving. അങ്ങനെ ഒരു പാറ്റേൺ. അപ്പോ a manager who refused to change his style, like when he came everything was fresh, things were working. അപ്പൊ in a way ചിലപ്പോ യുണൈറ്റഡിനും അത് തന്നെയാണോ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നിപ്പോവാണ്. കാരണം ആ ഫസ്റ്റ് സീസണിൽ മിഡിൽസ് ബ്രോയിൽ ഹി വാസ് എക്സലന്റ്, എവരിവൺ വാസ് ഹാപ്പി വിത്ത് ഹിം. സെയിം കൈൻഡ് ഓഫ് ഒരു സ്റ്റാർട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും കാരിക്കിന് ഉണ്ടായിട്ടുള്ളത്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ തേർഡ് സീസൺ കഴിഞ്ഞ് അദ്ദേഹം പോയപ്പോ മോസ്റ്റ് ബൊറോ ഫാൻസ് ആർ ഹാപ്പി ദാറ്റ് യുനോ ഇറ്റ് ലൈക്ക് ഈവൻ ദോ ദേ വർ ഹാപ്പി വിത്ത് ദ സർവീസ് ദേ വാണ്ടഡ് എ ചേഞ്ച്. അപ്പോ അങ്ങനെ നോക്കുമ്പോ can Carrick be the right person? ചിലപ്പോ maybe that experience could have helped him and maybe he can build the second season better at United if he's given the permanent role. But anyway, ആ പാറ്റേൺ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി നീ ചോദിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, റീപ്ലേസ്മെന്റ്സ്. ഐ തിങ്ക് എല്ലാവരുടെയും മനസ്സിൽ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഒരു വേൾഡ് കപ്പ് സീസൺ ആണ്. ലോട്ട് ഓഫ് നാഷണൽ ടീം മാനേജേഴ്സ് വിൽ ഓൾസോ ബിക്കം അവൈലബിൾ. അപ്പോൾ ഒരുപാട് ടോപ്പ് ക്ലബ്സ് ആർ ലുക്കിംഗ് ഫോർ എ മാനേജർ അല്ലെ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ പറഞ്ഞു ഷെൽസി, റോസനിയർ, ഐ ഡോണ്ട് നോ ഹിൽ ബി ദെയർ നെക്സ്റ്റ് സീസൺ, സോ ദേ മൈറ്റ് ബി ലുക്കിംഗ് ഫോർ എ ന്യൂ മാനേജർ. എനിവേ ടോട്ടൻഹാം ഹാവ് ഗോട്ട് സംബഡി ഇൻ ഡെസേർബി. അപ്പോൾ ചിലപ്പോൾ അവര് ഉണ്ടാവില്ല. പക്ഷെ ലിവർപൂൾ ഐ ഡോണ്ട് നോ ഇഫ് ദേ വിൽ ചേഞ്ച് സ്ലോട്ട് ഓർ നോട്ട്. നമ്മളത് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽ ദേ ഡിസൈഡ് ടു ഗിവ് കാരിക്ക് എ ന്യൂ carry the permanent job or look for someone new? പിന്നെ നമുക്കറിയാം നമ്മുടെ പെപ് ഗാർഡിയോളയുടെ അവസാന സീസൺ ആണെന്ന് സ്ട്രോങ് സ്പെക്കുലേഷൻസ് ഉണ്ട്. സോ സിറ്റി കുഡ് ബി ലുക്കിംഗ് ഫോർ എ ന്യൂ മാനേജർ. അങ്ങനെ ഇംഗ്ലണ്ടിൽ തന്നെ ഒരുപാട് അക്രോസ് യൂറോപ്പ് ലോട്ട് ഓഫ് ക്ലബ്സ് ആർ ലുക്കിംഗ്. അപ്പോൾ Real Madrid might Real Madrid go for. definitely, they can't miss Real Madrid. Real Madrid are looking for a new manager after
സാക്കിങ് ചാബി അലോൺസോ. അർബിലോവ എനിക്ക് തോന്നുന്നില്ല ഒരു പെർമനന്റ് മാനേജറായി വരുമെന്ന്. അപ്പം ഡെഫിനറ്റ്ലി ദം as വെൽ. എനിക്ക് അതിൽ ഒരുപാട് പേര് ഐ ചെയ്യുന്ന ഒരു മാനേജർ എപ്പോഴും ലൂയി എൻട്രീക്കെ ആയിരിക്കും അല്ലെ. നമുക്കറിയാം പുള്ളിക്ക് ഇപ്പോ അദ്ദേഹം 2028 I think is contracted to PSG till 2028. അപ്പോ ഇറ്റ്സ് won't be an easy job to like price him away from there. You'll have to pay a good kind of compensation amount to PSG, and PSG are very difficult to negotiate with when it comes to all this. We've seen with the Mbappe case, we've seen with different cases. About getting him will be difficult, but if you can get Enrique, I think lot of clubs, including Manchester United, will be pretty happy to get him. So എന്നെ സംബന്ധിച്ചിടത്തോളം number one option, irrespective of how Carrick does from now till the end of the season, നമുക്കറിയാം. Let's keep that judgment till the end of the season അല്ലേ. നമുക്ക് 5-6 games are still left. Now he's kind of struggling. Can he steady the ship? അതൊക്കെ അറിഞ്ഞിട്ടാണ് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ എൻട്രിക്ക് അവൈലബിൾ ആണെങ്കിൽ ഇതൊന്നും നോക്കാതെ ഈവൻ ഇഫ് കാരിക് വിൻസ് ദ നെക്സ്റ്റ് 5-6 games, ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഞാൻ ഒരു അതല്ലാതെ ഇടയ്ക്കൊരു പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ, വിഷ്ണു പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നീ പറയൂ നമ്മൾ. ഞാനൊരു ആദ്യം ഒരു കറന്റ് സിറ്റുവേഷൻ വെച്ച് തുടങ്ങാം. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു ദി പ്രീവിയസ് സീസൺസ് വെൻ യുണൈറ്റഡ് ഒരു മാനേജറിൽ അപ്പോയിന്റ്മെന്റ് നോക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാവോസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് മെസ് എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. കമ്പയർഡ് ടു ദാറ്റ് ഇറ്റ്സ് എ വെരി ബെറ്റർ ഒരു ബെറ്റർ സിറ്റുവേഷൻ ആണ് ആസ് ഓഫ് നൗ. യുണൈറ്റഡ് ഫാൻസ് ആണെങ്കിലും ഇന്നലത്തെ തോൽവി ഒഴിച്ചു കേട്ടോ, ഇന്നലത്തെ തോൽവി ഒരു ഷോക്കായിരുന്നു. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് യുണൈറ്റഡ് ടു കം ബാക്ക് അഗെയിൻസ്റ്റ് ചെൽസി. നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് അത് ചെൽസിക്ക് ഒരു മോശം റിസൾട്ട് വന്നാലാണ് അത് ഇനി ഇതൊരു പാറ്റേൺ ആണോ എന്നുള്ളൊരു സംശയം നമുക്ക് വരാൻ പോകുന്നത്. ഈവൻ ദോ ഇഫ് ഇറ്റ്സ് എ ഡ്രോ ഓൾസോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ചെൽസി ബിക്കോസ് ദ മാച്ച് ഈസ് എ ബ്രിഡ്ജ് ആൻഡ് യുണൈറ്റഡ് ആർ നോട്ട് സിറ്റി. സോ സിറ്റി അവിടെ പോയി തോപ്പിച്ചു യുണൈറ്റഡ് അവിടെ പോയി തോപ്പിക്കണം എന്ന് നിർബന്ധമില്ല. Chelsea can produce a different game as well because they are very inconsistent. We don't know which Chelsea are going to turn up. So they have Palmer, they have some world-class players at the end of the day. So, and it is United. പിന്നെ നമുക്ക് ഒന്ന് എൻസോയുടെ റിട്ടേൺ അല്ലേ. Yes, എൻസോ yes. ഫെർണാണ്ടസ്. And moreover, United have so many injuries. മെയിനും ഇല്ലായിരുന്നു ഇന്നലെ. പിന്നെ മഗ്വയറിന് റെഡ് കാർഡ് കിട്ടിയോണ്ട് പുതിയൊരു സെന്റർ ബാക്ക് പാർട്ണർഷിപ്പ് വന്നു. യോറോ ആൻഡ് മാർട്ടിനസ് ആൻഡ് ദേ സ്ട്രഗിൾഡ്. യുണൈറ്റഡ് ഒരു ഇംബാലൻസിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. കാരിക്ക് അർസനലിനെതിരെയും സിറ്റിക്കെതിരെയും കളിച്ച ഒരു ടീമേ അല്ല ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടീം എന്നുള്ള ഒരു വസ്തുതയും കൂടെ ഉണ്ട്. ആൻഡ് ഐ ഡോണ്ട് അതിലോട്ട് വരുന്നതിന് മുമ്പ് യുണൈറ്റഡിന്റെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാം സിറ്റുവേഷൻ ആണ് ആസ് ഓഫ് നോ എന്ത് പറഞ്ഞാലും കമ്പയർഡ് ടു പ്രീവിയസ് സീസൺസ് വെൻ വി ആർ ലുക്കിംഗ് ഫോർ എ ചേഞ്ച്. പിന്നെ എന്താ പറയാ, നല്ലൊരു അറ്റാക്കിംഗ് ഡെപ്ത് ഉണ്ട് ആസ് ഓഫ് നൗ, അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് സെലക്ഷൻ ഓഫ് എംബുവമ ആണെങ്കിലും സെസ്കോ ആണെങ്കിലും കൂന്യ ആണെങ്കിലും ഡോർഗോ ആണെങ്കിലും അമാദ് ആണെങ്കിലും ബ്രൂണോ ആണെങ്കിലും ദേ ക്യാൻ പ്ലേ ഫോർ എനി അതർ പ്രീമിയർ ലീഗ് ടീംസ് എന്നുള്ളൊരു ലെവലിലുള്ള കളിക്കാരാണ്. അമാദ് മൈറ്റ് നീഡ് ലിറ്റിൽ ബിറ്റ് ഇംപ്രൂവ്മെന്റ് ബട്ട് സ്റ്റിൽ ഓൾ ദി അതേഴ്സ് ആ ഒരു ലെവലിലുള്ളതാണ്. സോ അറ്റാക്കിംഗ് ടാലന്റ് ഇസ് ഗുഡ് ആൻഡ് ദി ഓൺലി പ്രോബ്ലം ഇസ് ഇൻ ദ മെയിൻ പ്രോബ്ലംസ് ആർ ഇൻ മിഡ്ഫീൽഡ് ആൻഡ് ഡിഫൻസ്. അപ്പം അത് നമുക്ക് അറിയാം സീസൺ തുടങ്ങിയപ്പോഴും ഒരു റിക്രൂട്ട്മെന്റിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് സെന്റർ ബാക്ക് ഇസ് സംവാട്ട് ഓക്കെ ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് കൺവിൻസ്ഡ്. ബട്ട് ദെൻ ഓൾ ദി അതർ ഏരിയാസ് ആർ ഹാവിംഗ് ലൂപ്പ് ഹോൾസ്. അപ്പോൾ ആ ഒരു ടീമിനെ വെച്ചാണ് കാരിക്ക് ഇപ്പോൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് കിട്ടിയ ഒരു ബഞ്ച് ഓഫ് പ്ലേയേഴ്സിനെ വെച്ച് പുള്ളി കളിപ്പിക്കുകയാണ്. ആൻഡ് ബിക്കോസ് ആ സീസൺ മിഡ് വേ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് വന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാം ആയതുകൊണ്ടും ഓൾറെഡി കാരിക്ക് വന്ന് ഒന്നുകൂടെ ശാന്തമാക്കി. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭേദമായത്. ആ ഒരു മോറിമിനെ പുറത്താക്കിയ സമയത്ത് ഭയങ്കര മോശമായിരുന്നു, അത് ഒന്ന് നല്ല രീതിയിൽ കാമാക്കിയിട്ടുണ്ട്. ബിഗ് ക്രെഡിറ്റ് ഗോസ് ടു കാരിക് ഫോർ ദാറ്റ്. സോ ഞാൻ കാരിക്കിനെ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഞാൻ ആ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ലൂയി എൻട്രിക്കയിലോട്ട് കിടക്കാം. ഇതിനകത്ത് വിഷ്ണു പറഞ്ഞ ലൂയി എൻട്രിക്കെ ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു മാനേജറാണ്. നമുക്കറിയാം ബാർസലോണയിലും PSG-യിലും ഒക്കെ വളരെ നല്ല റെക്കോർഡുള്ള ഒരു 4-3-3 അറ്റാക്കിംഗ് സിസ്റ്റം ഒക്കെ കളിപ്പിച്ച് നല്ല രീതിയിൽ നല്ല ഫുട്ബോൾ, ഒരു PSG-യുടെ ഫുട്ബോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല രീതിയിലുള്ള ഇൻട്രിക്കേറ്റ് പാസിങ്ങും അറ്റാക്കിംഗ് കോമ്പിനേഷൻസും. And all the players can play in different positions. ഡെംബലേക്ക് മിഡ് നടുക്ക് കളിക്കാം, ലെഫ്റ്റ് കളിക്കാം, റൈറ്റ് കളിക്കാം. And they have some wonderful midfielders. So the only problem, like I would go for Luis Enrique if he's available for sure. യുണൈറ്റഡിന് ലൂയി എൻട്രിക്കെ കിട്ടുകയാണെങ്കിൽ I would say they should go and sign him up. The only problem, like you said, is I don't know അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് നമുക്കറിയില്ല.
പി എസ് ജി ആയിട്ടുള്ള കോൺട്രാക്ട് മേ ബി ദേ മൈറ്റ് റിന്യൂ ഹിസ് കോൺട്രാക്ട്, ദേ മൈറ്റ് കീപ് ഹിം. സോ വി ഡോണ്ട് നോ ആൻഡ് വൈ ഷുഡ് ഹി ലീവ് പി എസ് ജി എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. എല്ലാം സെറ്റിൽ ആയിട്ട് പുള്ളി ഒരു ടീം ബിൽഡ് ചെയ്തിട്ട് ഉടനെ പോവുക എന്നുള്ള ഒരു ചിന്ത പുള്ളിക്ക് എന്തിനു പോകണം എന്നുള്ള ചിന്ത വരാൻ സാധ്യതയുണ്ട്. ദി മെയിൻ കൺസേൺ ഇസ് ഈവൻ ഹി കംസ് ഇസ് വെദർ ഹി ക്യാൻ അഡാപ്റ്റ് ടു ദ സ്റ്റൈൽ ദാറ്റ് യുണൈറ്റഡ് പ്ലേ. ഒരു യുണൈറ്റഡിന്റെ ഒരു സ്റ്റൈലിലോട്ട് മാറാൻ പറ്റുമോ, ആൻഡ് വെദർ ദി എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ് ആർ സ്യൂട്ടഡ് ഫോർ ഹിസ് സിസ്റ്റം. നമുക്കറിയാം യുണൈറ്റഡിന്റെ സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഇപ്പോൾ ഉള്ളത്, നമുക്കറിയാം ലൂയി എൻറിക്കയുടെ കീഴിൽ കളിക്കാൻ സാധ്യതയുള്ള വളരെ കുറച്ച് പ്ലേയേഴ്സേ ഇപ്പോൾ യുണൈറ്റഡ് ടീമിലുള്ള ആസ് ഓഫ് നോ. കൂടിപ്പോയ ബ്രൂണോ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പേര്. മേ ബി അറ്റാക്കിംഗ് സൈഡ് ഇസ് നോട്ട് എ പ്രോബ്ലം, ബട്ട് ദെൻ ദി അതർ സൈഡ് ഇസ് ടോട്ടലി ലാക്കിംഗ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. മേ ബി ഗോൾ കീപ്പർ ഇസ് ഓൾസോ ഫൈൻ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് വന്ന് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് സീസണിൽ എത്രമാത്രം ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും, എന്തായിരിക്കും ലൂയി എൻറിക്കെ വരുമ്പോൾ ഉള്ള ആ ഒരു സെറ്റ് ഓഫ് എക്സ്പെക്ടേഷൻസ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ അതൊരു അലൈൻമെന്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. പിന്നെ റിക്രൂട്ട്മെന്റ് ഷുഡ് ബി മച്ച് ബെറ്റർ ദാൻ വാട്ട് യുണൈറ്റഡ് വർ ഡൂയിങ് ടിൽ പ്രീവിയസ് സീസൺ. ഈ സീസണിൽ ഞാൻ പറയുന്നില്ല, ഈ സീസണിൽ സൈൻ ചെയ്ത എല്ലാ കളിക്കാരും അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. അതെ. അതിന് മുമ്പ് വരെ നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ബാലൻസ് ആയി ലൂയി എൻറിക്കയ്ക്ക് പറ്റിയൊരു രീതിയിൽ ആകണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഹീ ക്യാൻ മാനേജ് ഓൾ ദി ഇഷ്യൂസ് എന്നുള്ള ഒരു സംഭവം കൂടെ ഉള്ളത് കൊണ്ട് ഐ വുഡ് ഗോ ഫോർ ഹിം. ഐ വുഡ് ആക്ച്വലി പ്രിഫർ ലൂയി എൻറിക്കെ ഔട്ട് ഓഫ് ഓൾ ദി ഓപ്ഷൻസ് ദാറ്റ്സ് ദെയർ. അഥവാ യുണൈറ്റഡ് പോയി എടുക്കുകയാണെങ്കിൽ ലൂയി എൻറിക്കെ ഞാൻ തീർച്ചയായിട്ടും എടുക്കും. വളരെ വാലിഡ് ആയ പോയിന്റ്സ് ആണ് സുധീഷ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ലൂയി എൻറിക്കയെ പറ്റി ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. കാരണം നമുക്കറിയാം ഈ സമ്മർ ഇസ് ഗോണ ബി ബിഗ് ഫോർ യുണൈറ്റഡ്. Yeah, yeah. ഐ തിങ്ക് Casemiro is leaving for sure and Ugarte might be sold. Apo there's a chance that United could sign 2 center midfielders, even 3 if as a backup and all that. So അങ്ങനെ നോക്കുമ്പോൾ I think it's the ideal summer to bring someone like Luis Enrique in, because center midfield is like a very important spot for him and he will get the opportunity to decide who his center midfielders are going to be. I would even go on to say those are the 2 important positions for him. സാധാരണ അദ്ദേഹം ഒരു 3-man മിഡ്ഫീൽഡാണ് കളിക്കുക, 4-3-3 സിസ്റ്റം. 4-2-3 ഒന്നും കളിക്കാറുണ്ട്. സിറ്റ് ബാക്ക് ചെയ്യുന്ന 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇപ്പോൾ അദ്ദേഹത്തെ ഇഫ് യുണൈറ്റഡ് ക്യാൻ ബ്രിങ് ഹിം ഓൺ ബോർഡ് റൈറ്റ് നൗ, I think it's the perfect time, especially because it's a summer where United are going to be signing 2 or 3 center midfielders. അപ്പോ അങ്ങനെ ഒരു ആസ്പെക്റ്റും കൂടി നമ്മൾ ഇപ്പോൾ ക്യാരിക്കിന് കൊടുക്കുകയാണെങ്കിൽ ക്യാരിക് വിൽ ബി ഡിസൈഡിങ് ഹൂ ഇസ് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആർ ഗോയിങ് ടു ബി. ആൻഡ് ഈവൻ ഇഫ് സമ്മർ ലൈക്ക് എൻട്രിക്കെ ബിക്കംസ് അവൈലബിൾ നെക്സ്റ്റ് സമ്മർ, ഐ എം തിങ്കിങ് ഇഫ് ക്യാരിക് ഡസന്റ് വർക്ക് ഔട്ട് അറ്റ് യുണൈറ്റഡ് ആൻഡ് നെക്സ്റ്റ് സമ്മർ ദേ ഗോ ഫോർ, അപ്പോൾ മറ്റൊരു വലിയ റീഷഫിൾ വീണ്ടും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഈ ക്യാരിക്കിന്റെ കീഴിൽ ചെയ്യുന്ന സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ചിലപ്പോൾ it's 2 different systems. It might not work for Enrique. അപ്പൊ അങ്ങനെയും കൂടി നോക്കുമ്പോഴാണ് ഈ ഒരു സമ്മർ വളരെ ക്രൂഷ്യൽ ആകുന്നത് ആക്ച്വലി ടു ഗെറ്റ് ദിസ് അപ്പോയിന്റ്മെന്റ് റൈറ്റ്. നമുക്ക് യുണൈറ്റഡ് ഏറ്റവും കൂടുതൽ മോശമായിട്ട്, അതായത് മോശം എന്ന് ഞാൻ പറയുമ്പോൾ ഒട്ടും ഫിറ്റ് അല്ലാത്ത സൈനിങ്സ് നടത്തിയിട്ടുള്ള സെൻട്രൽ മിഡ്ഫീൽഡിലാണ് ഉഗാർത്തെ അല്ലെങ്കിൽ അമരാബാദ്. പിന്നെ ഈവൻ It's a huge list. Yeah, it's a very it's a massive list, അല്ലേ? Even Casemiro till he found his form this season, നമ്മൾ കഴിഞ്ഞ 3 സീസണും the verdict, the jury is out for അല്ലേ, we were unsure if Casemiro was the right signing. Actually ക്യാരിക്കിന്റെ കീഴിലാണ് കുറച്ച് ഇംപ്രൂവ് ആയത്. അതെ. അപ്പോ സെൻട്രൽ മിഡ്ഫീൽഡ് ഇസ് എനിവേ വെരി പ്രോബ്ലം ഏരിയ ഫോർ യുണൈറ്റഡ്. സോ in that way also I feel if they can get Enrique on board, it's the right time. നീ ബാഴ്സലോണയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്കൊന്ന് ബാഴ്സലോണ അവസാനം ചാമ്പ്യൻസ് ലീഗ് അടിച്ചത് എൻറിക്കയുടെ കീഴിലാണെന്ന് തോന്നുന്നു അല്ലെ. ഒരു 10-12 വർഷമായിട്ടുണ്ടാവും അല്ലെ. അത് കഴിഞ്ഞിട്ട് അവര് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പോലും കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻട്രസ്റ്റിംഗ്ലി പുള്ളി ഇപ്പൊ മാനേജ് ചെയ്തിരിക്കുന്ന PSG ആണ് ഡിഫെൻഡിങ് യൂറോപ്യൻ ചാമ്പ്യൻസ്. അപ്പൊ പുള്ളിയുടെ യൂറോപ്യൻ പെഡിഗ്രി ഐ തിങ്ക് വി ഡോണ്ട് നീഡ് ടു ക്വസ്റ്റ്യൻ അറ്റ് ഓൾ അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്, ലൂയി എൻറിക്കെ ഇഫ് ഈസ് അവൈലബിൾ, ഈവൻ ദോ ഞാൻ ആ ലിസ്റ്റ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ അത് എല്ലാ മാനേജർക്കും വരാവുന്ന ഒരു പ്രോബ്ലം ആണ്. പക്ഷെ ഐ തിങ്ക് ഹി വിൽ ബി ഏബിൾ ടു മാനേജ്, ഹി വിൽ ബി ഏബിൾ ടു ഗൈഡ്. ഹാവിംഗ് സെഡ് ദാറ്റ്, ദാറ്റ്സ് വെയർ എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ഷുഡ് ഡിസൈഡ് അറ്റ് ദി ഏർലിയസ്റ്റ് വെദർ ദേ ആർ കീപ്പിംഗ് ക്യാരിക് or they are going for a new manager, because പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നതിനെ അത്
വളരെയധികം ബാധിക്കും. ഒത്തിരി കുറെ സമയമെടുത്ത് ഇത് തീരുമാനം എടുക്കാൻ ഈ സീസൺ കഴിഞ്ഞ് ഉടനെ എടുത്തില്ലെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ ദെൻ പ്ലേയേഴ്സ് മൈറ്റ് ഓൾസോ തിങ്ക് ലൈക്ക് ഹൂ ഇസ് യുവർ മാനേജർ, ലൈക്ക് വൈ ഷുഡ് ഐ കം. അതെ അതെ അപ്പം ആ ഒരു രീതിയിൽ യുണൈറ്റഡിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലോട്ട്, കാരണം മാനേജറെ കിട്ടുന്നതിന് മുമ്പ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ ആ മാനേജറിന് ഈ പ്ലെയറെ ഇഷ്ടമല്ലെങ്കിൽ then it becomes a problem. So I think it's an important decision and it should be taken as soon as the season ends. സീസൺ ഇത് ഗെറ്റ്സ് ഒരു ഫണ്ണി സിറ്റുവേഷൻ ആണ് ആക്ച്വലി, ബിക്കോസ് യുണൈറ്റഡ് ആർ കൈൻഡ് ഓഫ് സ്റ്റേബിൾ നൗ. ടോപ്പ് 3 ഒക്കെ തേർഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ദെൻ സ്റ്റിൽ വി ഡോണ്ട് നോ ഇഫ് കാരിക് ഇസ് ഗോയിങ് ടു സ്റ്റേ ഓർ ഇറ്റ്സ് ഗോയിങ് ടു ബി ന്യൂ മാനേജർ. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എന്താണെന്നുള്ളൊരു, അതാണ് ബേസിക്കലി എനിക്ക് തോന്നുന്നു എന്നെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫാൻസിന്റെ ഒരു കൺഫ്യൂഷൻ അവിടെയാണ്. സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സാധനം മാറ്റണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ദെൻ ഇഫ് ലൂയി എൻട്രിക്ക ഈസ് അവൈലബിൾ ദെൻ യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നാഗൽസ്മാൻ ആണ്. അതെ അതെ നാഗൽസ്മാൻ നമുക്കറിയാം യങ് ഒരു ടാക്ടിക്കലി ഇന്നോവേറ്റീവ് കോച്ചാണ്. നമുക്കറിയാം 38 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. ബയൺ He's been മ്യൂണിക്കിൽ around for at least 10 years or something അല്ലേ? he's there from forever I think. നമുക്കറിയാം ലൈപ്സിഗ് അങ്ങനെ Leipzig, ക്ലബ്സ്. Bayern, അതെ അതെ. ബയണും ഇപ്പോൾ ജർമ്മൻ നാഷണൽ ടീമിന്റെ കൂടെ അല്ലെ, അതെ ജർമ്മൻ നാഷണൽ ടീമിന്റെ കൂടെ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരു ഹൈ ഒക്ടെയിൻ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞോട്ട് നമ്മൾ ഡെസെർബിയുടെ കാര്യം പറഞ്ഞോട്ട് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പല പല ഫോർമേഷൻസും, പുള്ളിക്ക് ഒരു സെറ്റ് ഫോർമേഷൻ ഇല്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫോർമേഷൻസ് ആണ്. അങ്ങനെ കുറെ കാര്യങ്ങളുള്ള ഒരു മാനേജറാണ്. എനിക്ക് അവിടെയാണ് കമ്പയർഡ് ടു ലൂയി എൻട്രിക്ക്, ഒന്ന് അദ്ദേഹം ഭയങ്കര യങ് ആണ്. എനിക്ക് അത് വർക്കൗട്ട് ആവുമെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അദ്ദേഹം യുണൈറ്റഡിൽ വന്നാൽ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും പ്രീമിയർ ലീഗ് ഇസ് എ ഡിഫറെന്റ് ബീസ്റ്റ് വി നോ. ഈ പറഞ്ഞോട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഇറാറ്റിക്കും കൂടെയാണ് അദ്ദേഹം. ഒരു എന്താ പറയാ, കുറച്ച് ഡ്രസ്സിംഗ് റൂമില് ഡിഫിക്കൽട്ട് പേഴ്സണാലിറ്റി ഒക്കെ ഡീൽ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബയൺ മ്യൂണിക്കിൽ. നമുക്കറിയാം അത് ഒരു പ്രശ്നമായിരുന്നു അദ്ദേഹത്തിന് ബയൺ മ്യൂണിക്കിൽ ജോലിയെ ബാധിക്കാൻ അതൊരു കാരണമായിട്ടുണ്ട്. ദെൻ ഐ തിങ്ക് he is suitable for a team which is already having a foundation. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ഫൗണ്ടേഷൻ ഉള്ള ടീമിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ബിൽഡ് ചെയ്യാനായിരിക്കും അദ്ദേഹത്തിന് ഒന്നുകൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രായവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലും പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. യുണൈറ്റഡിലെ സിറ്റുവേഷൻ അതല്ല. യു വിൽ ഹാവ് ടു കം ആൻഡ് ഡു എവറിത്തിങ് ഫ്രം സ്ക്രാച്ച്. ബേസിക്കലി അറ്റാക്കിംഗ് സൈഡ് ഒഴികെ ബാക്കിയെല്ലാം അദ്ദേഹത്തിന് ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പം ഐ തിങ്ക് ഈസ് സ്യൂട്ടഡ് ടു എ ക്ലബ് വിച്ച് ഹാസ് എ ഫൗണ്ടേഷൻ വിച്ച് ഈസ് ഓൾറെഡി സെറ്റ്. വാട്ട് ഡു യു തിങ്ക്? അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. കാരണം നമ്മൾ ഇതുവരെ പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ക്ലബുകളിലൊക്കെ ലെയ്പ്സിഗ് ആണെങ്കിലും ബയൺ ആണെങ്കിലും ഇറ്റ് ഹാഡ് എ സോർട്ട് ഓഫ് പ്ലാറ്റ്ഫോം. സുധീഷ് പറഞ്ഞ പോലെ തന്നെ പ്ലാറ്റ്ഫോം വെയർ ഹി കുഡ് start, he could take his own time and he could build. Even Germany to an extent, United, it's പക്ഷേ Carrick has kind of stabilized the ship a little bit, and summer is again a good opportunity for any new manager to come in and start building. ഒരു mid season appointment ആയിരുന്നെങ്കിൽ it could have been a little more difficult for Nagelsmann. എനിക്ക് തോന്നുന്നു among all the options that United has right now, Carrickനെ കീപ്പ് ചെയ്യുക അല്ലാതെ ഉള്ളൊരു ഓപ്ഷനുകളിൽ viable ആയിട്ടുള്ള Enrique, as we know, is not viable right now because you have to negotiate with PSG. Viable ആയിട്ടുള്ള ഓപ്ഷനുകളിൽ, because we know for a fact that Nagelsmann is also looking to get back to club management after the World Cup. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ he's a strong option. Whether he'll work in the Premier League or not, it's a big question. A lot of managers don't. അതിപ്പം പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള മാനേജേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ ബിഗ് ക്ലബ്സിലേക്ക് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ബട്ട് ഹീസ് എൻ ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും. കാരണം he's an exciting manager to have. That is true. Yeah, he's a very, ഞാൻ കണ്ടിട്ടുണ്ട് കൈ ഹാവർട്സ് സെന്റർ ഫോർവേഡ് കളിക്കുന്ന കണ്ടിട്ടുണ്ട്, ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക്. അപ്പോ അത്രയുമൊക്കെ ഒരു ടാക്ടിക്കൽ സോർട്ട് ഓഫ് ഇന്നോവേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു മാനേജർ ഒരു പ്രീമിയർ ലീഗിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ എക്സൈറ്റിംഗ് ആണ്. അതൊരു എക്സൈറ്റിംഗ് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരിക്കും നടന്നു കഴിഞ്ഞാൽ.
എന്തായാലും. അതെ. ആ യൂത്തിന്റെ ആ ഒരു എനർജിയും ആ ഒരു ഫിയർലെസ്നെസ്സും ഒക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ള ഒരു മാനേജറാണ്. പല സ്ഥലത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് ജർമ്മനിക്ക് പുള്ളി ജർമ്മനിക്ക് വേണ്ടി നാഗൽസ്മാന്റെ പെർഫോമൻസസ്, റിസൾട്ട്സ്, ബിഗ് ടൂർണമെന്റ്സ് ഒക്കെ മിക്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ട്രൂ. ബട്ട് ജർമ്മനി ഈസ് ഗോയിങ് ത്രൂ എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ ബ്ലിപ്പ് in the last 5-6 years. നമുക്കറിയാം they sacked Hansi Flick. Look how well that worked out for Barcelona. അല്ലെ, he won the league last season. I think he's on course to win a league next season. എന്തായാലും അതൊരു ജർമ്മനി വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല ഒരു മാനേജറിനെ, എസ്പെഷ്യലി ഒരു ജർമ്മൻ മാനേജറിനെ. I think it's a promise. It'll be an interesting appointment. I'll be very curious to see how that works out if he comes on board. അതുപോലെ അദ്ദേഹത്തിന്റെ ഈ പല പല ട്വീക്സ് എല്ലാ കളികളിലും ഓരോരോ ഫോർമേഷൻസ് ഒക്കെയാണ്, പല പല ഫോർമേഷൻസ് ആണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അത് വർക്കാകാനും വർക്കാകാതിരിക്കാനും ചാൻസ് ഉണ്ട് പ്രീമിയർ ലീഗിൽ. ഒരുപക്ഷെ പല ടീമുകൾക്കും പല ടാക്ടിക്സ് ആയിരിക്കും വേണ്ടിയിരിക്കുന്നത്. പക്ഷേ അതൊരു സെറ്റ് ബാക്ക് ആവാനും സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അതാണോ നമുക്ക് യുണൈറ്റഡിന് ഇപ്പോൾ വേണ്ടത്, അതോ ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജർ ആണോ വേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് ബേസിക്കലി യുണൈറ്റഡ് ഫാൻസിനുള്ളത്. തീർച്ചയായിട്ടും അതൊരു വാലിഡ് പോയിന്റ് തന്നെയാണ്. നമുക്ക് യു ഡോണ്ട് നോ ഹൗ ദാറ്റ് കുഡ് ഗോ, ബട്ട് then again that could apply to any appointment. Any appointment, yes. Sometimes you have to take a risk when the taken so many risks. We know that. Like നമ്മൾ മാനേജേഴ്സിന്റെ എണ്ണി തുടങ്ങിയാൽ പല രീതിയിലുള്ള മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് യങ് experienced people like Van Gaal and Mourinho, അല്ലെങ്കിൽ യങ് ഡെയറിംഗ് മാനേജേഴ്സ് ലൈക്ക് ടെൻ ഹാഗ് and Ruben Amorim. At least it used to work in some way. മൗറിഞ്ഞോയുടെ കീഴിലൊക്കെ അറ്റ്ലീസ്റ്റ് യൂറോപ്പ ലീഗ് ഒക്കെ ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വന്നതിന് ശേഷം ഒന്നും നടക്കാത്ത രീതിയിലോട്ട് 15th ഒക്കെയാണ് ഫിനിഷ് ചെയ്തേണ്ടി വന്നത് കഴിഞ്ഞ സീസണിൽ. പിന്നെ അതിനു മുമ്പ് 8ാമതായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ഇപ്പോഴാണ് തിരിച്ചു വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ഓപ്ഷൻസ് കേൾക്കുന്നത് എഡി ഹൗ, ഈ പറഞ്ഞ തൊട്ട് അന്തോണി റോള എന്നീ ലിസ്റ്റ് ഓഫ് നെയിംസ് ആണ്. ഐ ഡോണ്ട് think United would go for them. And then I don't know. Andoni Raiola, I think, is becoming available. I think today he confirmed that he won't be at Bournemouth next season. So I think it's one of the names that United had looked at earlier. Raiola and Glasner, Oliver Glasner of Crystal Palace. So now that he becomes available, will United go back for him? നമുക്കറിയില്ല. He's also known to be a very smart tactician. Comes from Spain, comes from Basque, and he had a very massive victory over his Basque counterpart Mikel Arteta at the weekend. Appo namakku adariilla. But I think speaking of managers in the Premier League, Enzo Maresca could be a very interesting name. We all know that he is available, strongly linked to City to take over from Pep Guardiola if he leaves. In case that doesn't work out, or Pep continues, or City goes for someone else, do you think that Maresca could be an interesting option for United? Because it seemed like he was a very promising manager, and compared to what Rosnier is doing, he seemed to he was doing okay. Like he's doing pretty well. Decent job ആയിരുന്നു ചെൽസിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. And we know Chelsea make some interesting decisions every time regarding managers. So is a very interesting weird decisions. So അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മരസ്ക അതൊരു നല്ല പേരാണ്. ആക്ച്വലി എന്റെ മനസ്സിൽ ഇല്ലാതിരുന്നൊരു ഒരു പേരായിരുന്നു മരസ്കയുടെ. എന്റെ മനസ്സിലെല്ലാം ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു സെറ്റ് ഓഫ് മാനേജേഴ്സേ ഉള്ളായിരുന്നു. മരസ്ക ഇന്ന് വിഷ്ണു പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ആളുണ്ടല്ലോ എന്ന് ഓർത്തത്. എനിക്ക് തോന്നുന്നു product someone that like Arteta and he and knows company Premier League and English teams and all those. So എനിക്ക് തോന്നുന്നു that would be an interesting choice, and I think he's a calm and composed figure as well. So if City are not going for them, I think United can have a discussion with him and see if he's interested. So if he's interested, I think they can go for it. And I don't think he's unpredictable like നമ്മളെ നാഗൽസ്മാനെ ഒക്കെ പറഞ്ഞോട്ട് ഒരു അൺപ്രഡിക്റ്റബിൾ അല്ല, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണ്, കുറച്ച് കാം ആണ്, കമ്പോസ്ഡ് ആണ്. ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ആ ഒരു ചെൽസി ടീമിനെ അദ്ദേഹം എപ്പോഴും ഒരു ചേഞ്ചസ് ഒക്കെ ചെയ്ത് എടുക്കേണ്ട ഒരു സ്ക്വാഡാണ്, കുറെ കളിക്കാരൊക്കെ ഉള്ളതുകൊണ്ട്.
അത്യാവശ്യം ഡീസന്റ് ആയിട്ടാണ് അദ്ദേഹം മാനേജ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് ഹി ഹാസ് ഓവറോൾ ഡൺ എ പ്രിറ്റി ഡീസന്റ് ജോബ് അക്രോസ് ഓൾ ദ ക്ലബ്സ് ഹി ഹാസ് വർക്ക് വിത്ത്. സോ തീർച്ചയായിട്ടും ചെൽസിയെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ കഴിഞ്ഞ സീസൺ ക്വാളിഫൈ ചെയ്യിച്ചിട്ടുള്ള ആളായിരുന്നല്ലോ അല്ലെ. അതെ അതെ. പിന്നെ ടുക്കലുണ്ട്. ടുക്കൽ നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ബി അവൈലബിൾ. ഹാസ് ഹി എക്സ്റ്റെൻഡഡ്? ഇസ് ഇറ്റ് ദാറ്റ്സ് കൺഫേംഡ് വാട്ട് ഓർ? ഐ റെഡ് സംവെയർ ലൈക്ക് 2028 യൂറോ വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് ഞാൻ വായിച്ചത്. Again, another ex-Chelsea manager could have been and highly rated, and he's won the Champions League with them, and at a time when they are not doing well. അപ്പം നല്ലൊരു പ്രൊഫൈൽ ആയിരുന്നു, but unfortunately if he's extended and it's not happening, then no point Yeah. looking at him അല്ലെ. യെസ്. സോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചത് നമ്മുടെ കാരിക്കിനെ കുറിച്ചാണല്ലോ. നമ്മള് കാരിക്കിന്റെ ഒരു ഓവറോൾ ഒരു ഇത് വിഷ്ണു പറഞ്ഞു. അദ്ദേഹത്തിന്റെ മാനേജറിയൽ സ്റ്റൈൽ, അദ്ദേഹത്തിന്റെ മിഡിൽ സ്പ്രോ സ്റ്റിന്റ് എല്ലാം പറഞ്ഞു തന്നിരുന്നു. എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് കാരിക്കിനെ കണ്ടിന്യൂ ചെയ്യാൻ യുണൈറ്റഡ് തീരുമാനിക്കുകയാണെങ്കിൽ ഐ ക്യാൻ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് യുണൈറ്റഡ് കാരിക്കിനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അദ്ദേഹം വന്നപ്പോൾ തന്നെ ഹി ഹാസ് ഗെയിൻ ദ റെസ്പെക്ട് ഓഫ് ഓൾ ദ പ്ലേയേഴ്സ്. ക്ലബിലുള്ള എല്ലാ പ്ലേയേഴ്സിന്റെ അമോർമിന്റെ കീഴിൽ ഉള്ളതുപോലെയല്ല, ഓൾ ദ പ്ലേയേഴ്സ് വെർ ഇൻ വൺ പേജ്. ഒരു കാമിങ് പ്രസൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരിക്കിന്റെ. ആ ഒരു കളി നടക്കുമ്പോഴും എഗെയിൻസ്റ്റ് പല കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഹീ ഈസ് വെരി കാം. And he's not shouting and he's not അങ്ങനെ അധികം കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഭയങ്കര ബോറിംഗ് ആണ് പുള്ളിയുടെ പ്രസ് കോൺഫറൻസ്. ഭയങ്കര സിമ്പിൾ ടാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അധികം ഓവർ കോംപ്ലിക്കേറ്റഡ് മെസ്സേജിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞോട്ട് എന്താ പറയാ പല പല രീതിയിലുള്ള ഒരു കൺഫ്യൂസിങ് രീതിയിലുള്ള ഒന്നും അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നില്ല. എല്ലാം സിമ്പിൾ ആണ്, ക്ലിയർ ആണ്. ആൻഡ് ദെൻ ഹി അലൗസ് ദ പ്ലേയേഴ്സ് ടു എക്സ്പ്രസ് ദംസെൽസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല പ്ലേയേഴ്സും ആ ഒരു റിജിഡ് ടാക്ടിക്കൽ സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു ഫ്രീ ആയിട്ട് കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേജർ ട്രോഫികളൊക്കെ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ഹീസ് ഗോയിങ് ടു വിൻ എനി മേജർ ട്രോഫീസ്, ബട്ട് ഐ തിങ്ക് ഹി വിൽ ബി ഏബിൾ ടു അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യുണൈറ്റഡ് ഒരു അടുത്ത സീസണിലും ടോപ്പ് 5-ലോ ടോപ്പ് 4-ലോ ഒക്കെ ഫിനിഷ് ചെയ്യാൻ ഉള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കൾച്ചറലി അലൈൻഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യുണൈറ്റഡിന് ഇപ്പോൾ വേണ്ടത് യുണൈറ്റഡിന് വേണ്ടി കളിച്ച് യുണൈറ്റഡിനെ ഇൻസൈഡ് ഔട്ട് അറിയാവുന്ന, എന്താണ് ഇപ്പോൾ യുണൈറ്റഡിന് വേണ്ടതെന്ന് അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് അറിയാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം 1-2 കളിയൊക്കെ തോക്കുമായിരിക്കും, പക്ഷേ പിന്നെ തിരിച്ചു കൊണ്ടുവരിക. അല്ലാണ്ട് ബാക്ക് ടു ബാക്ക് കുറെ ബാഡ് റിസൾട്ട്സ് വരുന്നതിനപ്പുറം അതിന്റെ വലിയൊരു എക്സാമ്പിൾ ആയിരിക്കും ഈ ചെൽസിക്കെതിരെയുള്ള കളി. അത് എങ്ങനെ നടക്കും നമുക്ക് നോക്കാം. സോ ഹി നോസ് ദി ക്ലബ്, ഹി ഈസ് കൾച്ചറലി അലൈൻഡ്. then he will not be demanding for players. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ യുണൈറ്റഡിലോട്ട് ചാമ്പ്യൻസ് ലീഗ് ഉള്ളതുകൊണ്ട് കളിക്കാർ വരുമായിരിക്കും, പക്ഷെ നമുക്കറിയാം ഇപ്പോൾ കുറെ കളിക്കാർ മടിക്കുന്നുണ്ട് യുണൈറ്റഡിലോട്ട് വരാൻ. ഇപ്പം അർസനലോ ലിവർപൂളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലബ്സ് വരുമ്പോൾ ഇറ്റ്സ് എ സാഡ് സിറ്റുവേഷൻ. യുണൈറ്റഡിനെ എടുക്കാതെ അങ്ങോട്ട് പോകാൻ സാധ്യത ഉണ്ടല്ലോ. Otherwise United have to give them big wages അല്ലേ. എനിക്ക് എംബുമോയ്ക്ക് യുണൈറ്റഡ് ഗിവ് ലൈക്ക് 250K എന്തോ ഒരു വേജസ് കൊടുക്കേണ്ടി വന്നു ടു വേർഡ് ഓഫ് ദി കോമ്പറ്റീഷൻ. കാരിക് ആകുമ്പോൾ he will be okay with the players that are available to him, and he won't create an issue. He will not come out and speak I didn't get this player. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് ഈസ് എ ക്ലബ് ഗൈ, ഹി നോസ് ദ ക്ലബ് ആൻഡ് ഹി നോസ് വാട്ട്സ് ഹാപ്പനിങ്. സോ അദ്ദേഹം അങ്ങനെ കുറെ ഡിമാൻഡുകൾ ചെയ്യാൻ സാധ്യതയില്ല. ഉള്ള പ്ലേയേഴ്സിനെ കൊണ്ട് ഇപ്പൊ തന്നെ ചെയ്യുന്നത് കൂട്ട് അദ്ദേഹം എപ്പോഴും ഒരു നല്ല ക്വാളിറ്റി ആണോ, ലൈക്ക് മാനേജർ കോളിംഗ് ഔട്ട് ദ ക്ലബ് അല്ലെങ്കിൽ പുഷിംഗ് ഫോർ എ പ്ലെയർ, മേ ബി ഇറ്റ്സ് എ റൈറ്റ് പ്ലെയർ ദാറ്റ് ഹി റിക്വയർസ്, മേ ബി ആ ഒരു സൈനിങ് ആയിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ യുണൈറ്റഡിന് ഈ പറഞ്ഞോട്ട് എത്രമാത്രം ഒരു പുള്ളുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് അതിനകത്ത് ഒരു പ്രശ്നം. ഇപ്പം ഒരു ഓപ്ഷൻ എ ബി സി കിട്ടില്ലെങ്കിൽ ഡി കിട്ടിയാലും അതെങ്ങനെങ്കിലും വർക്ക് ചെയ്യിച്ച്, കാരണം നമ്മൾ എന്തായാലും ലീഗൊന്നും ജയിക്കാൻ പോകുന്നില്ല അടുത്ത സീസണിലോ അതിന്റെ അടുത്ത സീസണിലോ. Even if Luis Enrique comes, I don't think United are going to challenge for the league next season. It's always going to be a slow process. എനിക്ക് തോന്നുന്നത് എങ്ങനെ ആയാലും ഒരു 2-3 കൊല്ലം ഉള്ളൊരു പരിപാടിയാണിത്. കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇനിയും ഒരു 2-3 കൊല്ലം കൂടെ വേണ്ടി വരും ഒരു റീബിൽഡ് നടക്കുകയാണെങ്കിൽ. ഞാൻ പറയുന്നത് കാരിക്കിനെ ഫോർ ദ ഫോർസിയബിൾ ഫ്യൂച്ചറിലോട്ട് ചെയ്യുക, പെർമനന്റ് ആക്കുക എന്നുള്ളതല്ല. ഞാൻ പറയുന്നത് അടുത്ത സീസണിലും കൂടെ അദ്ദേഹത്തെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അവസരം കൊടുത്തിട്ട് അദ്ദേഹം ഒന്ന് സ്റ്റഡി ചെയ്ത് ടോപ്പ് 4-ലൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ട് മേ ബി then United can go for a different manager if they feel
the next step is to win the league. Because I don't think Carey can win the league for United, but then I think he can at least bring a calmness to the entire squad and maybe consistent at the top ഫോറും തേർഡും ഒക്കെ ഫിനിഷ് ചെയ്ത് ആ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്കറിയാം അർസനൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്തത് നമുക്കറിയാം. അർസനലില് 8ാമതാണ് ആദ്യം ഫിനിഷ് ചെയ്തത്, പിന്നെയും 8ാമത് ഫിനിഷ് ചെയ്തു. പിന്നെ പതുക്കെ പക്ഷെ കയറി ആദ്യത്തെ 8ാമത്തെ ഫിനിഷ് അതിലൊരു അത് പകുതിക്ക് വെച്ചാണ് എനിക്ക് അതെ നവംബർ പകുതി ഡിസംബറിലാണ് വെച്ച് വന്നു. എന്നിട്ട് എമറിയുടെ കയ്യിൽ നിന്നും വളരെ 10ാമതെന്തോ ഇരുന്നൊരു ടീമാണ് ടേക്ക് ഓവർ ചെയ്തിരുന്നത്. ഫസ്റ്റ് സീസണിൽ അദ്ദേഹം 8ാമത് ഫിനിഷ് ചെയ്തു ഫുൾ സീസണിൽ. പിന്നെ അത് സ്ലോലി ബിൽഡ് ചെയ്ത് ആണ് അദ്ദേഹം സെക്കൻഡും പിന്നെ ഇപ്പോൾ സെക്കൻഡ് അല്ലെ അടുപ്പിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ടൈറ്റിലിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയിട്ട് അവരെ മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അങ്ങനെ ക്യാരിക്കിന് സാധിക്കുമെന്നെല്ലാം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ, കാരണം അദ്ദേഹം ഇപ്പോൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഈ സീസണിൽ നമ്മൾ തേർഡ് ഫിനിഷ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം ചോദിക്കുകയാണ് വൈ ആർ യു നോട്ട് ഗിവിംഗ് മി എ ചാൻസ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല യുണൈറ്റഡ് ബോർഡിനോ അല്ലെങ്കിൽ ഫാൻസിന് പോലും ഒരു പ്രോപ്പർ ഉത്തരം പറയാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പോൾ ഞാൻ അദ്ദേഹം ചോദിക്കട്ടെ, ഇതുവരെയുള്ള റിസൾട്ട്സ് നീ പറഞ്ഞ സാധനം വളരെ വാലിഡ് ആയിട്ടുള്ള സാധനമാണ്. ബിക്കോസ് ഹീസ് ഗോട്ട് ഗുഡ് റിസൾട്ട്സ്. ഹീസ് അറ്റ്ലീസ്റ്റ് മെയ്ഡ് ഷുവർ ദാറ്റ് ദേ വിൽ ഫിനിഷ് ഇൻ ദ ടോപ്പ് 3 ഓർ മേ ബി 4, ബട്ട് ഡസന്റ് മാറ്റർ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഈസ് ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ്. പക്ഷെ ഇനി നമുക്കറിയാം ചെൽസിക്കെതിരെ ഒരു ഗെയിം വരുന്നുണ്ട്, ദാറ്റ് ഈസ് വെരി ലിവർപൂളിനെതിരെ ഇമ്പോർട്ടന്റ്. ദാറ്റ്സ് അറ്റ് ഓൾഡ് ട്രാഫോർഡ്. പക്ഷെ അത് കഴിഞ്ഞ് ലിവർപൂളിനെതിരെ ഒരു ഗെയിം വരുന്നുണ്ട്. പിന്നെ എവേ ഗെയിംസ് ഞാൻ നോക്കിയായിരുന്നു, സണ്ടർലാൻഡ് ആൻഡ് ബ്രൈറ്റൺ അല്ലേ. ഐ തിങ്ക് ദോസ് ടീംസ് ആർ ഡൂയിങ് വെൽ. അപ്പോ ആ ഗെയിമുകൾ ഒരു ഫേവറബിൾ റിസൾട്ട് വന്നില്ലെങ്കിൽ വുഡ് യു സ്റ്റിൽ ഫീൽ ദാറ്റ് കാരിക് ഷുഡ് ബി ഗിവൻ ദ ജോബ്? ഓർ ഇനിയുള്ള കളികളിൽ ഈ കളികളെല്ലാം നല്ല റിസൾട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ ക്യാരിക്കിനെ നിർത്തുന്ന ഡിസ്കഷൻ നടക്കുക. അതെല്ലാം ആ കളികളിൽ തോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല യുണൈറ്റഡ് മൈ നോട്ട് കീപ് ഹിം. അവർ വേറെ ഒരു ഡിസിഷനോട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ ദ അപ്കമിങ് മാച്ചസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഞാനതാ പറഞ്ഞു, ഈ സീസൺ തീരുമ്പോൾ എല്ലാം നല്ല രീതിയിൽ എവിടെയാണോ ഫിനിഷ് ചെയ്ത് ടോപ്പ് 3യിൽ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ദെൻ പീപ്പിൾ വിൽ സ്ട്രഗിൾ ടു യുനോ ഈവൻ ബോർഡിന് പോലും പറയാൻ പറ്റാത്തൊരു കാര്യങ്ങളോട്ട് പോകും ക്യാരിക്കിന് എന്തുകൊണ്ടാണ് അപ്പോയിന്റ് ചെയ്യാത്തത്. അൺലെസ് ലൂയി എൻറിക്കെ ഈസ് അവൈലബിൾ ഓർ എ ഗുഡ് ഓപ്ഷൻ ഈസ് അവൈലബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇതൊരു ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷൻ ആണ്. ഈ സീസൺ കഴിഞ്ഞിട്ടേ തീരുമാനം എടുക്കുള്ളൂ എന്തായാലും. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഇമ്പോർട്ടന്റ് ഹൗ യുണൈറ്റഡ് ആർ ഗോയിങ് ടു പെർഫോം. അവരിപ്പോൾ ഒരുപക്ഷെ ഒരു മാനേജറിനെ ഓൾറെഡി മനസ്സിൽ കണ്ടു കാണുമായിരിക്കാം ബോർഡ്. നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ക്ലിയർ അല്ല. ഈവൻ കാരിക് ഇസ് നോട്ട് ഷുവർ. കാരിക് ഇന്റർവ്യൂവിൽ ചോദിച്ചു എന്താണ് സംഭവിക്കുന്നത്, ഒരു ഐഡിയ ഇല്ല. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് അദ്ദേഹത്തിനും അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതൊക്കെയാണോ ഇനി ഇപ്പോഴത്തെ റിസൾട്ടിനെ ബാധിക്കുന്നത് നമുക്കറിയില്ല. അപ്പം ഹീസ് മൈറ്റ് ഓൾസോ ബി വെയിറ്റിംഗ്, ലൈക്ക് ഹി മൈറ്റ് ബി എക്സ്പെക്ടിങ് an extension or he might be extending a permanent contract. അങ്ങനെയൊക്കെ ആയിരിക്കാം കാര്യങ്ങൾ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി an interesting end to the season. And then we'll see who is going to be the മാനേജർ നെക്സ്റ്റ് സീസൺ. ആസ് എ യുണൈറ്റഡ് ഫാൻ ഇത്രയും നാളത്തെ ഒരു യാത്ര നമുക്കറിയാം. 2013 അലക്സ് ഫെർഗൂസൺ പ്രീമിയർ ലീഗ് ജയിച്ചതിന് ശേഷമുള്ള ഒരു 13 വർഷം അല്ലേ നമ്മൾ കണ്ടു തുടങ്ങിയപ്പോൾ യുണൈറ്റഡ് അല്ല ഇപ്പോൾ. അപ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ ആസ് എ ഫാൻ എനിക്കും അറിയില്ല ഏതാണ് കറക്റ്റ് ഡെസിഷൻ, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. അപ്പം ഏതാണ് ഒരു പ്രോപ്പർ. എനിക്ക് ലൂയി എൻറിക്കെ ഇഷ്ടമാണ്, പക്ഷേ വേറൊരു ഓപ്ഷനിലോട്ട് എനിക്കറിയില്ല. കാരണം കുറെ പേരെ നമ്മൾ ശ്രമിച്ചതാണ്. വീണ്ടും ഒരു പുതിയ ആൾ വരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ പിന്നെയും ആ ഒരു റിപ്പീറ്റ് ഓഫ് ദി സൈക്കിൾ ആണോ. കുറെ തവണ കൈ പൊള്ളിയാൽ പിന്നെ തീ കാണുമ്പോൾ ഉള്ള ഒരു പേടി എന്ന് പറയുന്ന കൂട്ട് ആ ഒരു സംഭവമാണ് ആസ് യുണൈറ്റഡ് ഫാനും എല്ലാ യുണൈറ്റഡ് ഫാൻസിനും ഉള്ളത്. എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ ആയിരുന്നു. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു വിഷ്ണുവിന് ഒരു പുതിയ മാനേജറിലോട്ട് പോകണമെന്നുള്ള ഒരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, ആണോ അതോ എനിക്ക് തോന്നുന്നതാണോ? അല്ല, I would if I had to pick between Nagelsmann and Carrick, I'd put Nagelsmann. But അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. ലൈക്ക് അത് I can totally യുണൈറ്റഡിന്റെ understand why you are കോണ്ടെക്സ്റ്റ്. going for Nagelsmann. Yeah, for me it's an exciting option. I was waiting to see him in the Premier ഞാനും League ഇപ്പോൾ for so നാഗൽസ്മാനെ long. നാളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ഐ വിൽ ഓൾസോ ബി എക്സൈറ്റഡ് ബിക്കോസ് ഐ നോ ഈസ് ഗോയിങ് ടു ബ്രിങ് സോ മെനി ന്യൂ ഐഡിയാസ് ആൻഡ് ഓൾ ദോസ്. സോ there will be no shortage of excitement. Yeah, so as a neutral, I would take the exciting option rather than the safe option. അപ്പം അതാണ് അതില് പറയാനുള്ളത്. ഓക്കെ, എന്നോട് ചോദിച്ചാലും ഈ പറഞ്ഞോട്ട് ലൂയി എൻറിക്കെ അവൈലബിൾ ആണെങ്കിൽ ഐ തിങ്ക് വി ഷുഡ് ഗോ ഫോർ ഹിം വിത്തൗട്ട് ഈവൻ തിങ്കിങ്. And then if the other options, I think United should be a little careful. And then if they, they should do a due diligence
on who they are going for. And then once they have, gone for it, then yeah, we'll see. And as a United fan, whoever is the manager, I'll be ready, easily supporting that person. കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആസ് എ ഫാൻ, ആൻഡ് വി എക്സ്പെക്ട് ഫോർ ദ ഗുഡ് ഡേയ്സ് ടു കം ബാക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിവേസ് നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. യുണൈറ്റഡിന്റെ അപ്പോയിന്റ്മെന്റ് എന്താണെന്ന് നമുക്ക് ആ ഒരു നെക്സ്റ്റ് 6 ആഴ്ചയിലത്തെ കളികൾ അനുസരിച്ച് നമുക്ക് നോക്കാം. സെറ്റ് ഓഫ് നല്ല റിസൾട്ട് വന്നിട്ട് ഒരു നല്ല തീരുമാനം അറ്റ് ദി എൻഡ് ഓഫ് ദി ബോർഡ് എടുത്തിട്ട് യുണൈറ്റഡിന് നല്ലൊരു സീസൺ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത സീസൺ. താങ്ക് യു വിഷ്ണു. താങ്ക് യു. See you next time.